ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ഈ ഒരുക്കം നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടം നമ്മളാൽ കഴിയുന്ന രീതിയിൽ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് നമ്മളുടെ കണ്ണിൻ്റെ വിശുദ്ധി കൂടി പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കാഴ്ചയിലൂടെ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആദ്യ പാപം തന്നെ നമ്മൾ കാണുക ഈ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ആസ്വാദികരമായ പഴം കാണുന്ന ഹവ്വ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറിച്ചു തിന്നാൻ തുനിയുന്നു, ആദത്തിനും കൊടുക്കുകയാണ്. അങ്ങനെ കാഴ്ചയിലൂടെ എനിക്ക് തോന്നുന്നു ഒരാഗ്രഹം ജനിക്കുകയും അത് പറിച്ചു തിന്നുകയും ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദും പാപത്തിലേക്ക് വീഴുന്നത് ഈ കാഴ്ചയിലൂടെ തന്നെയാണ്. തൻ്റെ സൈന്യം മുഴുവൻ യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ മട്ടുപ്പാവിലൂടെ വെറുതെ ഉലാത്തുന്ന ദാവീദ് ഊറിയായുടെ ഭാര്യ കുളിക്കുന്നത് കാണുന്ന അവനിൽ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹം ജനിക്കുന്നു. അത് പിന്നീട് പാപത്തിലേക്ക് നയിക്കുകയാണ്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിലോ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകുമെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് നമ്മുടെ കാഴ്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നും കണ്ണൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ നമ്മളെ ഈ നോമ്പ് നോക്കാനായിട്ട്, ഇലക്ട്രോണിക് നോമ്പ് നോക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വീണു പോകുന്നതും ഒരു പരിധിവരെ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻസിലൂടെ കാണുന്ന അശുദ്ധമായ കാഴ്ചകളാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ നോമ്പ് കാലത്ത് അങ്ങനൊരു നോമ്പ് നോക്കാൻ, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻസിനോട് ഒരു വിരക്തി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ഈ നോമ്പ് കാലം കുറേ കൂടി കർത്താവിനെ കാണാൻ, കർത്താവിൻ്റെ വചനം കാണാൻ, അത് ഹൃദ്യസ്ഥമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഈ നോമ്പ് കാലം ഫലദായകമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.